സർഗകരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരമ്മയുടെ കഥ കേൾക്കാം. കഥയുടെ പേര് കല്യാണിക്കുട്ടിയമ്മ. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. അടുത്ത കാലത്തായി മരുമകൾ ശ്രീജയ്ക്ക് തന്നോട് പ്രിയം കൂടുതലുള്ളതുപോലെ കല്യാണിക്കുട്ടി അമ്മയ്ക്ക് തോന്നി. തൻ്റെ തോന്നൽ മാത്രമാണോ? അല്ല, തോന്നലല്ല, സത്യമാണ്. ഈയിടെയായി ഭക്ഷണം കഴിക്കാനൊക്കെ കൃത്യമായി വിളിക്കുന്നുണ്ട്. അമ്മ കഴിക്കുന്നില്ലേ? അമ്മയ്ക്ക് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. സ്നേഹത്തോടെയാണ് ചോദിക്കുന്നതും പെരുമാറുന്നതും. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ മോൾ നന്നായോ? എനിക്ക് വിശ്വസിക്കാമോ? ഒരു ശങ്ക കല്യാണിക്കുട്ടി അമ്മയുടെ മനസ്സിൽ തത്തിക്കളിച്ചു. കൊച്ചുമക്കൾ അനുശ്രീയും ശ്രീകുട്ടനും തൻ്റെ അടുത്തേക്ക് വരുന്നത് പോലും ശ്രീജ മോൾക്ക് ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾ അടുത്തു വന്നിരുന്നാൽ ഒരു ഗർജനമാണ്. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? പിള്ളേരുടെ നേരെയുള്ള ചാട്ടം. കൊച്ചുമക്കൾ പേടിച്ച് അപ്പോൾ തന്നെ സ്ഥലം വിടും. എന്തു ചെയ്യാനാ? പെൺകുട്ടികൾ വീടിന്റെ ഐശ്വര്യമാണ്. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുൻജന്മ പാപമായിരിക്കും. അനുഭവിക്കുക തന്നെ. ഓരോ അമ്മമാർ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നു. ഓമനിച്ചു വളർത്തിയ മക്കൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിക്കുന്നത് കണ്ട് നിസ്സഹായതയോടെ എത്ര മാതാപിതാക്കളാണ് നീറി നീറി കഴിയുന്നത്. അടിപിടിയും പോലീസ് കേസും കൊട്ടേഷനും മയക്കുമരുന്നും അങ്ങനെ എന്തെല്ലാം വയ്യാവേലികൾ. ചങ്കെന്ന് പറഞ്ഞു നടക്കുന്ന ചില കൂട്ടുകാരുണ്ട്. ആപത്ത് വരുമ്പോൾ ഈ ചങ്കിനെയൊന്നും മഷിയിട്ട് നോക്കിയാലും കണ്ടുകിട്ടില്ല. സ്വന്തം മാതാപിതാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചങ്കിന്റെ പുറകെ നടന്ന് എന്തെല്ലാമാണ് ചില യുവാക്കൾ കാട്ടിക്കൂട്ടുന്നത്. അവർക്ക് പണം വേണം. ഏത് വഴിയിൽ കൂടിയായാലും പ്രശ്നമല്ല. പണത്തിനു വേണ്ടി എന്തും ചെയ്യും. അച്ഛനെയും അമ്മയെയും വരെ ഉപദ്രവിക്കും. ആ കാര്യത്തിലൊക്കെ താൻ ഭാഗ്യവതിയാണ്. ഒരു വഴക്കിനും ഇന്നുവരെ എന്റെ മോൻ ശങ്കർ പോയിട്ടില്ല. ചങ്കെന്ന് പറഞ്ഞു നടക്കുന്ന സുഹൃത്തുക്കളുമില്ല. തങ്കപ്പെട്ട സ്വഭാവം. മോന്റെ കൂട്ടുകാരും നല്ല കുട്ടികൾ. ഒന്നിലും ഒരാശങ്കയും ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ടാരെങ്കിലും അഥവാ ഉപദ്രവിക്കാൻ വന്നാൽ ഒഴിഞ്ഞു മാറുകയുള്ളൂ. അതാണെന്റെ ആശ്വാസവും സമാധാനവും. ഈയിടെയായി മോനൊരു മന്ദത പോലെ. എന്താണാവോ കാര്യം? നാളെ എവിടെയോ പോകണമെന്ന് മോൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയായിരിക്കും പോകുക? എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചുമില്ല. മോൻ പറഞ്ഞതുമില്ല. നാളെ രാവിലെ പോകണം. അതുകൊണ്ട് അല്പം നേരത്തെ കിടന്നുറങ്ങണം. ശ്രീജ എന്തൊക്കെയോ അടുക്കി പെറുക്കുന്നുണ്ട്. എവിടെയായിരിക്കും പോകുന്നത്? ഒരു ജിജ്ഞാസം. അടുത്ത പ്രഭാതത്തിൽ മകൻ അമ്മയെ കാറിന്റെ മുൻസീറ്റിൽ ഇരുത്തി. അമ്മയും മകനും മാത്രം. മകന്റെ സമീപത്തിരുന്നുള്ള ആ യാത്ര ആ അമ്മയെ വളരെ സന്തോഷിപ്പിച്ചു. കുട്ടിക്കാലത്ത് മോൻ ടോയ് കാറിനായി വഴക്കിടുന്നതും വാങ്ങിക്കൊടുത്ത കാർ അന്നു തന്നെ പല കഷ്ണങ്ങളാക്കിയതുമൊക്കെ മനസ്സിന്റെ ക്യാൻവാസിൽ ജീവനുള്ള ചിത്രങ്ങളായി അമ്മ കണ്ടു. മോടിയായി പെയിന്റ് അടിച്ച് സുന്ദരമാക്കിയ ഒരു ഇരുനില കെട്ടിടത്തിന്റെ മുൻവശത്തായി കാർ നിന്നു. അമ്മയെ അവിടെയാക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് മകൻ പോയി. ഏതാനും നിമിഷം കൊണ്ട് അമ്മയുടെ മനസ്സ് ദുഃഖക്കടലായി. ആ കണ്ണുകളിൽ ഭീതി. മകനെ നോക്കി ആ അമ്മയുടെ അന്തരാത്മാവ് തേങ്ങുകയും ഒപ്പം മന്ത്രിക്കുകയും ചെയ്തു. മകനെ, എന്നെ തനിച്ചാക്കി പോകല്ലേ. മകനെ, നിന്നെയും നിന്റെ കുടുംബത്തെയും കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അമ്മയെ അനാഥയാക്കി പോകല്ലേ മോനെ. അങ്ങനെ കല്യാണിക്കുട്ടി അമ്മ വൃദ്ധസദനത്തിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. എന്നും കാലത്ത് ഉമ്മറത്ത് വന്നിരിക്കും. എന്നിട്ട് വഴിയിലേക്ക് നോക്കി ഒരിരുപ്പാണ്.
സമയത്തിന് ഭക്ഷണം കഴിക്കാനും കൂട്ടാക്കാറില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും. നമ്മളിങ്ങനെ എത്ര പേരെ കണ്ടതാ. നടത്തിപ്പുകാർ അങ്ങനെ ആശ്വസിച്ചു. ആദ്യ നാളുകളിലൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പോകെ പോകെ അവരെല്ലാം സമരസപ്പെട്ടു. ഇപ്പോൾ കല്യാണിക്കുട്ടി അമ്മയുടെ ഊഴമായി എന്നു മാത്രം. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ അമ്മയും മറ്റുള്ളവരെ പോലെ തന്നെയാകും. ഇവിടെ വന്നുപെട്ടവരെ ഇന്നേ വരെ ആരും തിരക്കി വന്നിട്ടില്ല. ആരെങ്കിലും മരിച്ചാൽ വിളിച്ചറിയിക്കുകയാണ് പതിവ്. ചിലവിന് വേണ്ടതിൽ കൂടുതൽ തുക കൃത്യമായി എല്ലാവരും തരും. പക്ഷേ അവർ മനുഷ്യരാണെന്നോ തങ്ങളുടെ മാതാവോ പിതാവോ ആണെന്ന വിചാരം അവരുടെ മക്കൾക്കില്ല. ചിലരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും മക്കൾ എത്താറില്ല. തങ്ങളുടെ നല്ല നാളുകൾ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി നൽകിയ ജന്മങ്ങൾ. ഇവിടെ എത്തപ്പെടുന്ന ഓരോ അമ്മമാരും സത്യാവസ്ഥ അറിയാൻ തന്നെ കുറെ മാസങ്ങൾ വേണ്ടി വരുന്നു. സത്യം തിരിച്ചറിയുന്നത് വരെ വഴിയിലേക്ക് നോക്കി ഉറ്റവരെ നോക്കിയിരിക്കും. ആ കാഴ്ച കാണുന്നവരുടെയൊക്കെ ഹൃദയം പിളർക്കും. കുറെ നേരമായല്ലോ അമ്മ ഇവിടെ ഇരിക്കുന്നു. അമ്മ ഒന്നും കഴിച്ചില്ലെന്ന് ജാനേടത്തി പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നേഴ്സായ ഗൗരി കല്യാണിക്കുട്ടി അമ്മയെ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി ഇഡലിയും സാമ്പാറും കഴിക്കാൻ കൊടുത്തു. ഒപ്പം ഒരു കപ്പ് ചൂട് ചായയും. അമ്മ കഴിക്ക്. വിശപ്പില്ല മോളെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ തന്നെ അമ്മ ഒത്തിരി ക്ഷീണിച്ചു. ഒന്നും കഴിക്കാതിരുന്നാൽ ആരോഗ്യം ക്ഷയിക്കും. ആരോഗ്യം ക്ഷയിച്ചാൽ രോഗങ്ങൾ വിരുന്നുകാരായി എത്തും. എന്റെ മോൻ വരാമെന്ന് പറഞ്ഞു പോയിട്ട് 8ാമത്തെ ദിവസമായി. ഇന്നോ നാളെയോ വരുമായിരിക്കും. മോനെയും മരുമോളെയും പേരക്കുട്ടികളെയും കാണാനിട്ട് വല്ലാത്ത നീറ്റൽ, ചങ്ക് നുറുങ്ങുന്ന വേദന. ഞാൻ എങ്ങനെ ഇതൊക്കെ കഴിക്കും? തൊണ്ടയിൽ നിന്നും ഇറങ്ങണ്ടേ? അതാ കഴിക്കാത്തത്. അത് വല്ലതും പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാകുമോ? ആ അമ്മയുടെ മനസ്സ് എവിടെയൊക്കെയോ ഓടി നടന്നു. കല്യാണം കഴിഞ്ഞ് 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മോനുണ്ടായത്. മോനെ കാണുന്നതിനു മുമ്പ് തന്നെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ വെളുത്തതാണോ കറുത്തതാണോ എന്നൊന്നും അറിയാതെ തന്നെ ഞാനും ശേഖരേട്ടനും മത്സരിച്ച് സ്നേഹിച്ചു തുടങ്ങിയതാണ്. അവന്റെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞു നിറവേറ്റി കൊടുത്തു. മകനെ കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 7 ദിവസമായി പൊന്നോമനെ കണ്ടിട്ട്. മോനെ, അമ്മയെ ഒറ്റയ്ക്കാക്കി പോകല്ലേ. വേഗം വാ. നിന്നെ കാണാതെ അമ്മയ്ക്ക് ജീവിക്കാനാവില്ല. മോനെ. അമ്മയുടെ നെഞ്ചകം തേങ്ങി. മോനെ, വേഗം വാ. അമ്മയെ കൂട്ടിക്കൊണ്ടു പോകണേ. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞു വരാത്തതെന്താ? വല്ല ആപത്തും പിണഞ്ഞോ? എന്റെ മകൻ എന്തു പറ്റിയോ ആവോ? ആരോടാ തിരക്കുക? ശേഖരേട്ടൻ നേരത്തെ പോയില്ലേ? ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.